Invariance of Poisson bracket with respect to canonical transformation. നമ്മളതിൽ ജനറൽ കേസ് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മുടെ ഫണ്ടമെൻ്റൽ പോയ്സൺ ബ്രാക്കറ്റുകൾ ഇൻവാരിയൻ്റ് ആയിരിക്കും. ഇപ്പോൾ ജനറൽ കേസ് ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ് ഫണ്ടമെൻ്റലായിട്ടുള്ള ബ്രാക്കറ്റുകളും ഇൻവാരിയൻ്റ് ആയിരിക്കും നമ്മൾ കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ. So the fundamental Poisson brackets are invariant under canonical transformation. That means when we take Poisson bracket QK QL we will get 0, and Poisson bracket PK PL gives 0, and Poisson bracket with the QK and PL will give you delta KL. Delta means delta KL is Kronecker delta. That is when K is equal to L, Kronecker delta equal to 1. When K not equal to L, then this value becomes 0. Okay, so that is transformation നടത്തുന്ന സമയത്ത് that is from old coordinate QK PK എന്ന് ന്യൂ കോർഡിനേറ്റ് ക്യാപിറ്റൽ QK PK ആകുമ്പോൾ എന്താണ് ഈ ദീസ് പോയ്സൺ ബ്രാക്കറ്റുകളുടെ വാല്യൂ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ പുതിയ കോർഡിനേറ്റ് ക്യാപിറ്റൽ QK PKയിലേക്കാണ് പോകുന്നത് വെച്ചാൽ പോയ്സൺ ബ്രാക്കറ്റ് എടുക്കുമ്പോൾ again എന്ത് നമുക്ക് കിട്ടണം? പോയ്സൺ ബ്രാക്കറ്റ് QK QL ഈക്വൽ ടു 0, PK PL ഈക്വൽ ടു 0, QK PL ഈക്വൽ ടു ഡെൽറ്റ KL. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിൽ എന്താണ് നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്മോൾ ക്യൂ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതേപോലെ സ്മോൾ പി ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്വേഷൻ നമ്മൾ ക്യാപിറ്റൽ Q അല്ലെങ്കിൽ ക്യാപിറ്റൽ P കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ പോയ്സൺ ബ്രാക്കറ്റുകൾ എന്താണ് 0 ആണ്. ഒരേ കോർഡിനേറ്റ് തന്നെ എടുക്കുമ്പോൾ ഒരേ കോർഡിനേറ്റ് തന്നെ എടുക്കുമ്പോൾ 0 വരികയാണ്. ഡിഫറെൻറ്റ് കോർഡിനേറ്റ് അതായത് QK PL എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ KL വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ് കാനോണിക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. നമ്മൾ ജനറൽ കേസ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓൾഡ് കോർഡിനേറ്റിൽ നിന്നാണ്. ഓക്കെ, കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് F, G, അതായത് FG എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ഏതിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്? Qൻ്റെയും Pൻ്റെയും ഫംഗ്ഷനാണ്. Q എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്, മറ്റേത് ജനറലൈസ്ഡ് മൊമെൻറ്റോ ആണ്. ഓക്കെ, സമ്മേഷൻ ഓവർ I ഡോ F ബൈ ഡോ Q, അതായത് ഡെഫിനിഷൻ ഓഫ് പോയ്സൺ ബ്രാക്കറ്റ് ആണ് ഡോ G ബൈ ഡോ PI മൈനസ് ഡോ F ബൈ ഡോ PI ഇൻറ്റു ഡോ G ബൈ ഡോ QI. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ Fൻ്റെയും Gയുടെയും സ്ഥാനത്ത് ആരാണ്? ക്യാപിറ്റൽ QKയും ക്യാപിറ്റൽ QL ആണുള്ളത്. അപ്പോൾ ഈ ഒരു പോയ്സൺ ബ്രാക്കറ്റ് 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ സമ്മേഷൻ ഓവർ I ഡോ QK ബൈ ഡോ QI ഇൻറ്റു ഡോ QL ബൈ ഡോ PI മൈനസ് ഡോ QK ബൈ ഡോ PI ഇൻറ്റു ഡോ QL ബൈ ഡോ QI. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അതിൽ നമ്മൾ ഡോ PK ബൈ ഡോ QL, അപ്പോൾ ഈ രണ്ടാമത്തെ ടേം നോക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡോ QL ബൈ ഡോ PI ആണ്, പക്ഷെ നമ്മളതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ ഡോ PK ബൈ ഡോ QL എന്താണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ എന്താണ് ജനറേറ്റിംഗ് ഫംഗ്ഷന് 4 കേസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച്, അതായത് F1 ഇസ് എ ഫംഗ്ഷൻ ഓഫ് Q P T, അങ്ങനെ നമ്മൾ 4 ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ. അപ്പോൾ അതിലെന്താണ് ഡോ PK ബൈ ഡോ QL നമുക്ക് ഇങ്ങനെ എഴുതാം. ഡോ ബൈ ഡോ QL ഓഫ് PKനെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഫംഗ്ഷൻ F1 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. അപ്പോൾ PKക്ക് പകരം നമ്മൾ എന്ത് എഴുതാം? അതായത് ഡോ F1 ബൈ ഡോ QK ചെയ്ത് നമുക്ക് കിട്ടുക സ്മോൾ PK ആണ്. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ പാർഷ്യൽ ഡെറിവേറ്റീവുകളെ അങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ ഡോ ബൈ ഡോ QK ഇൻറ്റു ഡോ F1 ബൈ ഡോ QL ആണ്. ഇവിടെ ഡോ F1 ബൈ ഡോ QL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ PL ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഡോ PK ബൈ ഡോ QL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡോ ബൈ ഡോ QK ഇൻറ്റു PL ആണ്. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതിന് നേരെ ഇൻവേഴ്സ് അല്ലേ? സോ എന്ത് വരും? ഡോ QL ബൈ ഡോ PK എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ QK ബൈ ഡോ PL എന്ന് വരും. ഓക്കെ, അതേപോലെ അടുത്തത് ഡോ QK ബൈ ഡോ QL, അതായത് അടുത്ത ഇക്വേഷൻ നോക്കുക. അപ്പോൾ അതിൽ ഈ ഒരു ഇവിടെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഡോ ബൈ ഡോ QL ഉണ്ട്, ദെൻ QKനെ റീപ്ലേസ് ചെയ്യണം. നമ്മുടെ മൂന്നാമത്തെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതായത് മൈനസ് ഡോ F3 ബൈ ഡോ PK ആണ് വരിക. സോ എഗെയിനാണ് ഡോ QK ബൈ ഡോ QLന് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളൂ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദാറ്റ് ഈസ് ഡോ F3 ബൈ ഡോ QL വരും. അതെന്ന് പറഞ്ഞാൽ മൈനസ് PL ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഡോ ബൈ ഡോ PL ഓഫ് ഡോ PK എന്ന് കിട്ടി. അപ്പോൾ അന്ന് ഡോ QL ബൈ ഡോ QK എന്ന് പറഞ്ഞാൽ ഡോ PK ബൈ ഡോ PL ആണ്. ഇത് സ്മോളും ഇത് ക്യാപിറ്റലും ആണ്.
ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. അപ്പോൾ 2, 3 നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ ക്യൂ എൽ ഇൻ ടേംസ് ഓഫ് സ്മോൾ ക്യൂ കെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ ഓവറായി ഡോ ക്യൂ കെ, അതിൽ മൈനസ് സൈൻ ഉണ്ട്, മൈനസ് ഡോ ക്യൂ കെ ബൈ ഡോ ക്യൂ ഐ ഇൻറ്റു ഡോ ക്യൂ ഐ ബൈ ഡോ പി എൽ മൈനസ് ഡോ ക്യൂ കെ ബൈ ഡോ പി ഐ ഇൻറ്റു ഡോ പി ഐ ബൈ ഡോ പി എൽ എന്ന് വരും. നമ്മളതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഡോ ക്യൂ കെ ബൈ ഡോ പി എൽ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? ക്യൂവും പിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണല്ലോ. ക്യൂ കെ ബീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 0 ആണ് കിട്ടുക. അതായത് നമ്മുടെ എന്താണ് പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ക്യൂ കെ ക്യൂ എൽ, പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ ക്യൂ എൽ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രണ്ടും നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? അതായത് ക്യൂ കെ ക്യൂ എൽ ഇൻ ടേംസ് ഓഫ് സ്മോൾ ക്യൂ കെ പിയും 0 ആയിരിക്കണം. ക്യൂ കെ ക്യൂ എൽ പുതിയ കോർഡിനേറ്റിക്ക് പോവല്ലേ, അതായത് ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ പിയും എന്തുതന്നെയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ എന്താണ് ഓൾസോ എന്താണ് ക്യാപിറ്റൽ ക്യൂ കെ ക്യാപിറ്റൽ ക്യൂ എൽ ക്യൂ പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. സമ്മേഷൻ ഓവറായി ഡോ ക്യൂ കെ ബൈ ഡോ ക്യൂ ഐ ഇൻറ്റു ഡോ ക്യൂ എൽ ബൈ ഡോ പി ഐ മൈനസ് ഡോ ക്യൂ കെ ബൈ ഡോ പി ഐ ഇൻറ്റു ഡോ ക്യൂ എൽ ബൈ ഡോ ക്യൂ ഐ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫങ്ഷൻസ് അപ്പോൾ F2 F4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 0 കിട്ടും. അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ ക്യൂ എൽ ഈക്വൽ ടു 0, അതേപോലെ തന്നെ പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ ക്യൂ എൽ ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ പി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കുക. സോ സിമിലർലി വി ക്യാൻ പ്രൂവ് എന്താണ് പോയിസൺ ബ്രാക്കറ്റ് പി കെ പി എൽ ആസ് ക്യൂ പി ഈക്വൽ ടു 0 ആൻഡ് ക്യാപിറ്റൽ പി കെ പി എൽ ഇൻ ടേംസ് ഓഫ് ക്യൂ പി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ദിസ് ഇസ് പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ പി എൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കെ എൽ ആണെന്ന് നമുക്ക് കാണിക്കണം അല്ലേ? അപ്പോഴാണത് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇൻവാരിയൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സമ്മേഷൻ ഓവറായി ഡോ ക്യൂ കെ ബൈ ഡോ ക്യൂ ഐ ഇൻറ്റു ഡോ പി എൽ ബൈ ഡോ പി ഐ ഇൻറ്റു മൈനസ് ഡോ ക്യൂ കെ ബൈ ഡോ പി ഐ ഇൻറ്റു ഡോ പി എൽ ബൈ ഡോ ക്യൂ ഐ എന്ന് കിട്ടി. ഇതിൽ സമ്മേഷൻ ഓവറായി ഡോ ക്യൂ കെ ബൈ ഡോ ക്യൂ ഐ ഇൻറ്റു അഗെയിൻ ഈ ഡോ പി എൽ ബൈ ഡോ പി ഐന് നമുക്ക് ഡോ ക്യൂ ഐ ബൈ ഡോ ക്യൂ എൽ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. അതേപോലെ തന്നെ അടുത്ത ടേം ഡോ ക്യൂ കെ ബൈ ഡോ പി ഐ ഇൻറ്റു അഗെയിൻ ഡോ പി എൽ ബൈ ഡോ ക്യൂ ഐനെ ഡോ പി എൽ ബൈ ഡോ ക്യൂ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ പി ഐ ബൈ ഡോ ക്യൂ എൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് അത് ചെയ്തത്. ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം നോക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. സോ നമുക്ക് എന്ത് എഴുതാം? പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ പി എൽ ഈക്വൽ ടു ഡോ ക്യൂ കെ ബൈ ഡോ ക്യൂ എൽ ആണ്. അപ്പോൾ അതിനെന്താണ്? നമുക്ക് ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഡെൽറ്റ കെ എൽ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. സോ ബൈ ഡെഫിനിഷൻ എന്താണ്? ക്യൂ കെ പി എൽ ഇസ് ഈക്വൽ ടു പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ പി എൽ. ഇവിടെ ഇതിൻ്റെയൊക്കെ ഫങ്ഷനാണ് ക്യാപിറ്റൽ ക്യൂവിൻ്റെയും ക്യാപിറ്റൽ പി ന്യൂ കോർഡിനേറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഡെൽറ്റ കെ. അപ്പോൾ നമ്മുടെ എന്താണ്? കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റല്ല, പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ പി എൽ ഇൻ ടേംസ് ഓഫ് ഓൾഡ് കോർഡിനേറ്റ് ഈക്വൽ ടു പോയിസൺ ബ്രാക്കറ്റ് ക്യൂ കെ പി എൽ ഇൻ ടേംസ് ഓഫ് ന്യൂ കോർഡിനേറ്റ് ഈക്വൽ ടു ഡെൽറ്റ കെ എൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 ഇക്വേഷൻ ഇക്വേഷൻ 5ഉം 6ഉം 7ഉം എന്താണ്? ഇറ്റ് ഷോസ് ദ ഇൻവാരിയൻസ് ഓഫ് ഫണ്ടമെൻ്റൽ പോയിസൺ ബ്രാക്കറ്റ് വിത്ത് റെസ്പെക്ട് ടു കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ജനറൽ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ.